ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ കുറച്ച് ഡയറക്ഷൻസും അല്ലേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും ഒക്കെയുള്ള നമ്മുടെ ചാപ്റ്റർ ആണ്. ഈസി ആയിട്ടുള്ള കൂളായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ കുറച്ച് പോർഷൻസ് ആണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ബയോട്ട് സാവർട്ട്സ് ലോ, ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം, ഒരു ചാർജ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ ഒരു 4 ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കി ഉള്ള പോർഷൻസ് ടോർക്കും ഗാൽവനോമീറ്ററിൻ്റെ പോർഷനും ഒക്കെ നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. First question, charge Q is moving in a region where both the magnetic field B and electric field RE simultaneously present. What is the Lorentz force acting on the charge? അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ അതിൽ ആക്ട് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സും കാണും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സും കാണും. മാഗ്നറ്റിക് ഫോഴ്സിനെ Q ഇൻറ്റു B ക്രോസ് B എന്ന് നമുക്ക് എഴുതാം. Q ചാർജ് ആണ്, E ഇലക്ട്രിക് ഫീൽഡാണ്, V വെലോസിറ്റി ആണ്, B മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയാൽ, ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഉള്ള ഒരു റീജിയനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫോഴ്സും, 2 മാഗ്നറ്റിക് ഫോഴ്സും. ആ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് Q ഇൻറ്റു E വെക്ടർ എന്ന് പറയുന്നത്. സെയിം തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സാണ് Q ഇൻറ്റു V ക്രോസ് B എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോഴുള്ള ഫോഴ്സ് Q ഇൻറ്റു ഇനെ നമുക്കൊരു പേര് വിളിക്കാം, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സിനെ നമുക്കൊരു പേര് വിളിക്കാം, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഈ 2 പേരും കൂടെ കൂടിയാണ് നെറ്റ് ലോറൻസ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലോറൻസ് ഫോഴ്സിന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും ഉണ്ട്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും കൂടി ഉണ്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ എൻഡ്ലെസ്. അപ്പം എന്തുകൊണ്ടായിരിക്കും എൻഡ്ലെസ് എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? നമ്മൾക്കറിയാം, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചാർജ് പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഒന്നുമല്ല, ഒരിടത്തുനിന്ന് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുക ചെയ്യുന്നത് അല്ലേ? അതേസമയം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രത്യേകത അതെന്ന് പറയുന്നത് കണ്ടിന്യൂവസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്. കണ്ടിന്യൂവസ് ക്ലോസ്ഡ് ലൂപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിലെ ഒരു കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഇതൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ആണെന്ന് ഇരിക്കട്ടെ, കറണ്ട് മുകളിലേക്കാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ കറണ്ട് കാരണം ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു ഫീൽഡ് എടുത്താൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് എപ്പോഴും അതൊരു കണ്ടിന്യൂവസ് ക്ലോസ്ഡ് ലൂപ്പാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ബാർ മാഗ്നറ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി പഠിക്കുന്നുണ്ട്, ഇതൊരു നോർത്ത് പോളും ഇതൊരു സൗത്ത് പോളുമാണ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത് ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് സൗത്ത് ടു നോർത്തുമാണ്. ക്ലോസ്ഡ് ലൂപ്പാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ആണ് എങ്കിൽ അതിന് ചുറ്റുമുള്ള ഒരു ഫീൽഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെൻട്രിക് സർക്കുലാർ ലൂപ്പായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻഡ്ലെസ് ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എൻഡ്ലെസ് ആവാനുള്ള കാരണം അതൊരു കണ്ടിന്യൂവസ് ക്ലോസ്ഡ് ലൂപ്പാണ്. അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ മോണോപോൾ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, എപ്പോഴും ഡൈപോൾ ആയിട്ട് മാത്രമായിരിക്കും ആക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ
മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് എഫ് ഓൺ എനി അതർ പാർട്ടിക്കിൾ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ അതർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് റെസ്റ്റിലാണ് എങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് എഫ് ഒൺലി ഓൺ എനി അയൺ ഫില്ലിങ്സ്. ഒൺലി ഓൺ എനി അയൺ ഫില്ലിങ്സ് എന്ന് പറയാനും പറ്റത്തില്ല. The magnetic field exerts a force F on any other moving charge or current that is present in the field. വളരെ കറക്റ്റ് ആണ് അല്ലേ? അതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന രണ്ട് ടേം. ഒരു ചാർജ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്താൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. സോ അക്യുറേറ്റ് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് പറയാം. അടുത്തത് നോക്കിക്കേ, ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്സ് എ ഫോഴ്സ് എഫ് ഓൺലി ഓൺ എനി മാഗ്നറ്റ് പ്രസന്റ് ഇൻ ദ ഫീൽഡ്. അങ്ങനെയും പറയാൻ പറ്റില്ല അല്ലേ? അപ്പം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ്. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ പാർട്ട് 1-ൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷനേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഒരു ചാർജ് പാർട്ടിക്കിൾ, ഇലക്ട്രോണോ പ്രോട്ടോണോ ആൽഫ പാർട്ടിക്കിളോ ഏതെങ്കിലും ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് Q × V ക്രോസ് B. ഓക്കെ, വെക്ടർ ഫോം തന്നെ നമുക്ക് പഠിക്കാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് QVB sin θ. ക്ലിയർ ആണോ കുട്ടികളെ? രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ഇവിടെ ചാർജ് പാർട്ടിക്കിൾ ആയിരുന്നു, ഇലക്ട്രോണോ പ്രോട്ടോണോ ആൽഫ പാർട്ടിക്കിൾ, അങ്ങനെ ഏതെങ്കിലും ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സാണ് I × L ക്രോസ് B എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് എഴുതിയാൽ FB = ILB sin θ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാലും അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ പോസിറ്റീവ് ചാർജ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു ചാർജ് പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q × V ക്രോസ് B ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റിൻ്റെ റിസൾട്ടാണ് ഇവിടെ ഫോഴ്സായിട്ട് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രണ്ട് വെക്ടർ എയും വെക്ടർ ബിയും ആണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയ്ക്കും പെർപെൻഡിക്കുലർ ആണ്, ബിക്കും പെർപെൻഡിക്കുലർ ആണ്, AB കിടക്കുന്ന പ്ലെയിനിനും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ A എന്ന് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റിയാണ്, B എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഓക്കെ, അപ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് വെലോസിറ്റി എന്നിരിക്കട്ടെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ ഞാനിവിടെ 90 ഡിഗ്രിയാണ് വെച്ചിരിക്കുന്നത്. ഇത് എക്സും ഇത് വൈയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. ഇത് ആരൊക്കെ തമ്മിലാണ്? വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും. റൈറ്റ് ഹാൻഡ് ആണ് എടുക്കേണ്ടത്. വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ ഈ തമ്പും ഈ 4 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഇത് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ അല്ലേ? എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റിയും വൈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ V ആണ്, വെലോസിറ്റി ആണ് ആദ്യം വന്നിരിക്കുന്ന ക്രോസ് പ്രോഡക്റ്റിൻ്റെ ടേം. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ പാം വയ്ക്കുന്നു. അവിടുന്ന് ഷോർട്ടർ ആംഗിൾ വഴി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ നോക്കിക്കേ, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ നമ്മൾ വെച്ചു. ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. കുഞ്ഞ് ആംഗിൾ, അതെ ഇവിടെ ഇപ്പുറം എടുത്താൽ വലിയ ആംഗിൾ ഉണ്ട്, അതിലേക്ക് പോകരുത്. കുഞ്ഞ് ആംഗിൾ വഴി നമ്മൾ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ തമ്പ് വെച്ചു. വെലോസിറ്റിയിൽ നിന്ന് കേൾ ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ തമ്പ് എങ്ങോട്ടായിരിക്കുന്നത്? ഇങ്ങോട്ടാണ്. സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഒരു തമ്പ് ഇരിക്കുന്ന ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? നേരെ തിരിച്ച്
ഇതാണിപ്പം നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ഇരിക്കുന്ന പ്ലെയിൻ ആലോചിക്കുക. അതിൽ ആ ഒരു ലെന്ത് കൂടിയ പോർഷൻ വിഡ്ത്ത് വൈസ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും ഈ ഒരു പോർഷൻ നമുക്ക് വെലോസിറ്റിയും എടുക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, കുഞ്ഞ് സൈഡ് വെലോസിറ്റി നിങ്ങളൊന്ന് തന്നെ ഫോണൊക്കെ വെച്ചാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെച്ച് ആലോചിച്ച് ഇത് കുഞ്ഞ് സൈഡ്, ഫോണിൻ്റെ കുഞ്ഞ് സൈഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയും വലിയ സൈഡ് മാഗ്നറ്റിക് ഫീൽഡുമാണ് എങ്കിൽ റൈറ്റ് ഹാൻഡ് എടുക്കുന്നു, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വയ്ക്കുന്നു, വെലോസിറ്റിയിൽ നിന്ന് കുഞ്ഞ് ആംഗിൾ വഴി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോകുന്നു. അപ്പോൾ തമ്പ് നിൽക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പെർപെൻഡിക്കുലർ കിട്ടിയത് ആരുടെ ഡയറക്ഷനാ? ഫോഴ്സിൻ്റെ ഡയറക്ഷനാ. അപ്പോൾ ഈ ഡയറക്ഷൻ ആർക്കൊക്കെ പെർപെൻഡിക്കുലറാ? വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും കിടക്കുന്ന പ്ലെയിനിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഡയറക്ഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് സാധാരണ വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂള് തന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ മൂവിങ് വിത്ത് വെലോസിറ്റി വി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ബി വെക്ടർ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് perpendicular to the plane containing velocity and magnetic field. Perpendicular to the plane containing velocity and magnetic field എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇത് വെലോസിറ്റി എന്നും ഇത് മാഗ്നറ്റിക് ഫീൽഡ് എന്നും ഞാൻ പറഞ്ഞത് കാണാമല്ലോ. അപ്പോൾ ഇത് വെലോസിറ്റി, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വെക്കുന്നു, കുഞ്ഞ് ആംഗിൾ വഴി നമ്മളിങ്ങനെ കേൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ്, തമ്പിരിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിനാണെന്നുള്ളത് ഓർമ്മ വേണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോട്ടോൺ ആണെങ്കിൽ ഈ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും ആൻസർ വരിക. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇലക്ട്രോൺ ആണ്, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാണ് തരുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഡയറക്ഷൻ ഏതാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഇവിടെ, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയാണെങ്കിൽ വി ക്രോസ് ബി ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇസഡ് ആണ് നമുക്ക് പ്രോട്ടോൺ കിട്ടുന്നത് എങ്കിൽ ഇലക്ട്രോൺ നമുക്ക് കിട്ടുക നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, an electron is moving with a velocity of 107 meter per second enters a uniform magnetic field of 1 Tesla along a direction parallel to the field. What would be its trajectory എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാം അല്ലേ, ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എഫ് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എന്താണ്? ക്യൂ വി ബി സൈൻ തീറ്റയാണ്. ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ഇവിടെ ഫസ്റ്റ് കേസ് ചാർജ് പാർട്ടിക്കിളും മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ, അതായത് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനാണ് എങ്കിൽ ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 0 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രി ആണ് എങ്കിൽ സൈൻ 0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? 0. അതായത് ചാർജ് പാർട്ടിക്കിൾ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ പോകും, അതിൻ്റെ ഡയറക്ഷൻ ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസറായി ഇവിടെ ഏത് പാത്തായിരിക്കും ഇവിടെ കുട്ടികളെ ഫോളോ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം നിങ്ങളോട് പാരലിന് പകരം ആൻറ്റി പാരലിനായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, വെലോസിറ്റി നേരെ തിരിച്ചാണ് എങ്കിൽ അവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നും അവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ അവിടെയും എന്തു തന്നെ വരും? 0 തന്നെ വരും. ദാറ്റ് മീൻസ് അവിടെയും ട്രജക്ടറി എന്ന് പറയുന്നത് ഏത് പാത്ത് തന്നെയായിരിക്കും ഇവിടെ കുട്ടികളെ? സ്ട്രെയിറ്റ് ലൈൻ പാത്ത് തന്നെയായിരിക്കും. മൂന്നാമതൊരു കേസ് നമ്മൾ എടുക്കുകയാണ്. തീറ്റ 90 ഡിഗ്രി ആകുന്ന ഒരു കേസ്. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എൻ്റർ ചെയ്തു.
അപ്പോൾ ഇവിടെ തീറ്റ 90 ഡിഗ്രിയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആണ്, വെലോസിറ്റി ഇങ്ങനെയാണ് എൻ്റർ ചെയ്തത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റിക്കും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്യും. ആ മാക്സിമം ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് QVB ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡയറക്ഷനൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് നെറ്റ് ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ റിസൾട്ടൻറ്റ് പാത്ത് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ പാത്തായിരിക്കും. ഏത് പാത്താണ്? സർക്കുലാർ പാത്താണ്. അപ്പോൾ അത് റിസൾട്ടായിട്ട് ഓർത്തിരിക്കുക. ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സർക്കുലാർ പാത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള റേഡിയസിൻ്റെ വാല്യൂ, ഈ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് mv/qb എന്നും ആ ചാർജ് പാർട്ടിക്കിളിന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ടൈം പീരീഡ് എന്ന് പറയുന്നത് 2πm/qb എന്നും നമുക്ക് കിട്ടും. അവിടെ വെലോസിറ്റിയുടെ ടേം ഇല്ല എന്നൊക്കെയുള്ളത്, ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ വെലോസിറ്റി ഇല്ല എന്നൊക്കെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതൊരു കേസും കൂടി നമുക്ക് പറയാം. തീറ്റ അതർ ദാൻ ഈ 3 ആംഗിളാണ് എങ്കിൽ, തീറ്റ അതർ ദാൻ 0 ഡിഗ്രി, 180 ഡിഗ്രി, 90 ഡിഗ്രി ആണ് എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഹെലിക്കൽ പാത്തായിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ 4 റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഹെലിക്കൽ പാത്തൊക്കെ വരുന്നതിന് ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം. ഇവിടെ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ എൻ്റർ ചെയ്യുവാണ്. ഒരു 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, തീറ്റ 30 ഡിഗ്രിയാണ് എങ്കിൽ ഇവിടെ നമുക്ക് 2 കമ്പോണൻ്റ് ആയിട്ട് ചാർജ് വെലോസിറ്റീനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് v കോസ് തീറ്റ വരും, ഒന്ന് v സൈൻ തീറ്റയൊക്കെ വരും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് കേസും തേർഡ് കേസും കൂടി ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. v കോസ് തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടും v സൈൻ തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു മോഷൻ കാണും, സർക്കുലർ ആയിട്ട് ഒരു മോഷൻ കാണും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഹെലിക്കൽ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇവിടുത്തെ റേഡിയസിൻ്റെ ഇക്വേഷനൊക്കെ ചോദിച്ചാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് v സൈൻ തീറ്റയാണ്. സോ റേഡിയസിൻ്റെ ഇക്വേഷൻ mv സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ QB എന്നൊക്കെ വരും. അപ്പം ഇത്രയും റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടി പറയാം. തീറ്റ 0യോ 180യോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാത്തും, തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലാർ പാത്തും, തീറ്റ അതർ ദാൻ ഈ 3 ആംഗിൾ ആണ് എങ്കിൽ ഹെലിക്കൽ പാത്തായിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. A proton charge plus E coulomb enters a magnetic field of strength B with a speed v parallel to the direction of magnetic lines of force. The force on the proton is, വളരെ സിമ്പിൾ ആണ് അല്ലേ? പാരലൽ ആണ്, മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പാരലൽ ആണ്. തീറ്റ 0 ഡിഗ്രി ആണ്, സൈൻ 0 ആണ്. സോ അവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സ് QVB സൈൻ തീറ്റ അവിടെ എന്ത് വരും? 0 വരും. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത് ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് എന്നുള്ള ആ ഒരു പോയിന്റ് അവിടെ ഹൈലൈറ്റ് ചെയ്യണം അല്ലേ? ആൻഡ് ഇലക്ട്രോൺ ഈസ് മൂവിങ് എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇൻ ദ പ്രസൻസ് ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എലോങ് പോസിറ്റീവ് വൈ ആക്സിസ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. ഇതാണ് കേട്ടോ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് എലോങ് വൈ ആക്സിസുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് വൈ ഡയറക്ഷനുമാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. വെലോസിറ്റിയുടെ ഡയറക്ഷൻ വെക്കുന്നു, കേൾ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ തമ്പ് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇത് പോസിറ്റീവ് എക്സും ഇത് പോസിറ്റീവ് വൈയും ആണെങ്കിൽ ഇതെന്താണ്? പോസിറ്റീവ് ഇസഡ് ആണ്.
ചാടി കയറി പോസിറ്റീവ് ഇസഡ് എന്ന് ആൻസർ എഴുതി വെക്കരുത്. കാരണം നമുക്കിവിടെ തന്നിരിക്കുന്ന ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടടാ കുഞ്ഞുങ്ങളെ? കിട്ടിയ ഡയറക്ഷൻ പോസിറ്റീവ് ഇസഡ് എന്ന ഇലക്ട്രോൺ ആണെങ്കിൽ അതിൻ്റെ നേരെ തിരിച്ചെടുക്കണം. സോ നമ്മുടെ ആൻസർ വരിക നെഗറ്റീവ് ഇസഡ് ആക്സിസ് എന്നായിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സും വൈയും ഒക്കെ എടുക്കാം കേട്ടോ. എക്സിൻ്റെ ഡയറക്ഷനിൽ വെലോസിറ്റി അങ്ങനെ വെച്ച് നോക്കുക. റൈറ്റ് ഹാൻഡ് തമ്പെടുത്ത് നോക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ പോസിറ്റീവ് ഇസഡ് എന്ന് എഴുതി വെക്കരുത്, ഇലക്ട്രോൺ ആണ്, നെഗറ്റീവ് ചാർജ് ആണെന്നും കൂടി ഓർക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ബയോട്ട്-സാവർട്ട്സ് law. A current I flows in a conductor placed perpendicular to the plane of the paper. Indicate the direction of the magnetic field due to a small element dl vector at a point P situated at a distance r from the element as shown in the figure. ബയോട്ട്-സാവർട്ട്സ് law എഴുതുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ഡി ബി ഒരു കുഞ്ഞ് കറണ്ട് എലമെൻ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു XY എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഉണ്ട്. ഒരു കുഞ്ഞ് കറണ്ട് എലമെന്റ് നമ്മൾ എടുക്കുന്നു. ആ കുഞ്ഞ് കറണ്ട് എലമെന്റ് കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആണ് നമ്മൾ അവിടെ എഴുതുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് r² ആണ്. ഐഡിയലിന് നമ്മളൊരു പേരൊക്കെ പറയും, അതെന്ത് പേരാണ്? കറണ്ട് എലമെന്റ് ആണെന്നൊക്കെ ഉള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബയോട്ട്-സാവർട്ട്സ് law ഇതാണ്. ഡി ബി കുഞ്ഞു കറണ്ട് എലമെന്റ് ഡി എൽ ഐഡിയൽ കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r² ആണ്. ആ തീറ്റ എന്നൊക്കെ പറയുന്നത് ഈ r വെക്ടറും ഐഡിയലും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഐഡിയലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ അതേ ഡയറക്ഷൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ റൈറ്റ് നമ്മുടെ വെക്ടർ ഫോം നമ്മൾ എഴുതുവാണെങ്കിൽ ഡി ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡി ബി വെക്ടർ ഇസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ ക്രോസ് ആർ വെക്ടർ ഡിവൈഡഡ് ബൈ എന്നാ കിട്ടുന്നത് r³ എന്നൊക്കെയാണ് നമുക്ക് കിട്ടുക വെക്ടർ ഫോം. അപ്പോൾ ഇവിടെ ഐഡിയലും ആർ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഐഡിയൽ കറണ്ടിൻ്റെ അതേ ഡയറക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ഇസഡ് കാണിച്ചിരിക്കുന്നതെങ്കിൽ കറണ്ടിന്റെ അതേ ഡയറക്ഷൻ ആണ് ഐഡിയലിന്റെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷനിൽ വെച്ചു. ഐഡിയൽ ക്രോസ് ആർ വെക്ടർ ആണ്. അപ്പോൾ ഐഡിയൽ ക്രോസ് ആർ വെക്ടറിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, കറണ്ടിന്റെ ഡയറക്ഷനിൽ നമുക്ക് തമ്പ് വെക്കാം. കറണ്ടിന്റെ ഡയറക്ഷനിൽ വെച്ചു, കേൾ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നമുക്ക് കിട്ടുന്നത്? താഴേക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലെന്ത് വെക്ടർ ക്രോസ് ആർ വെക്ടർ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഐഡിയൽ ക്രോസ് ആർ വെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഐഡിയലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ആർ വെക്ടർ ഇങ്ങോട്ടാണ്. ഐഡിയൽ ലെന്ത് വെക്ടർ ആണ് ആദ്യം. ലെന്ത് വെക്ടറിന്റെ ഡയറക്ഷനിൽ പാം വെക്കുന്നു. കുഞ്ഞ് ആംഗിളിൽ കൂടി ആർ വെക്ടറിലേക്ക് കേൾ ചെയ്തെത്തുമ്പോൾ തമ്പ് എങ്ങോട്ടാണ്? താഴത്തേക്ക്. ഓക്കെ, അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. സോ ബയോട്ട്-സാവർട്ട്സ് ലോയുടെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ ഇതാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ ഇൻവേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഡയറക്ഷൻ ഇൻവേർഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് ആർ ക്യാരിങ് എ കറണ്ട് ഐ അറ്റ് ആൻ ആക്സിയൽ ഡിസ്റ്റൻസ്. ഇതാണ് ആക്സിയൽ ഡിസ്റ്റൻസ് അല്ലേ? നമ്മളൊരു വലിയ ഡെറിവേഷനൊക്കെ ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ട് അല്ലേ? എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബയോട്ട്-സാവർട്ട്സ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ഈ ഒരു കുഞ്ഞു ഡി എൽ കാരണം ഇവിടെയുള്ളത് കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടി സമ്മപ്പ് എടുക്കും അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ബി ഇസ് ഈക്വൽ ടു μ0I r² ഡിവൈഡഡ് ബൈ 2 × r² + x² ഓൾ റേസ് ടു 3/2 ആണ്. അപ്പോൾ ആ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ആ റിസൾട്ടും ഓർത്തിരിക്കുക. μ0I r² ഡിവൈഡഡ് ബൈ 2 × r² + x² ഓൾ റേസ് ടു 3/2. ഓക്കെ,
ഇപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് ഈ എക്സിൻ്റെ വാല്യൂ കുറഞ്ഞ് എക്സ് ഈക്വൽ ടു 0 വന്നാൽ നമുക്ക് കിട്ടുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് μ0I/2r ആണ്. അപ്പോൾ ഇത് സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ആക്സിയൽ പോയിന്റിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ് 0 ആണ് എങ്കിൽ ആ കറണ്ട് ക്യാരി ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ആ ബി എന്ന് പറയുന്നത് μ0I/2r ആണ്. ഇനി ക്വസ്റ്റ്യനിൽ എങ്ങാനും n ടേൺസ് ഉണ്ട് എന്ന് പറയുകയാണ് എങ്കിൽ ആ സെൻറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n × μ0I/2r എന്ന് വരും. ഓക്കെ, അടുത്തത് അക്കോർഡിംഗ് ടു ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. വളരെ കൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ B.dl = μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പാണ്. അപ്പോൾ ഈ ആംപിയേഴ്സ് ലോ കാരണം നമ്മൾ ഫസ്റ്റ് 3 കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുക. അതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് ഓർത്തിരിക്കാം. ഒരു ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0I/2πr ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡ് കറണ്ട് I ആണ്. ഓക്കെ, അവിടെ ഇൻസൈഡിലുള്ളത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതും ആംപിയേഴ്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്നത്. B = μ0I/ കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡാണ്. അപ്പോൾ ആ കറണ്ട് I കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0n × I ആണ്. അതിൽ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്താണ്. അപ്പോൾ ആ റിസൾട്ടുകൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ 2 റിസൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ദി മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ എയർ അറ്റ് 0.1 cm away from a long wire that carries a current 1 ampere. ഇപ്പോൾ അങ്ങ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഒരു കറണ്ട് ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് എങ്കിൽ അവിടുന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0I/2πr ആണ്. നമുക്കപ്പം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻7 ആണ്. ഐയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 ആണ്. /2π × ആറിൻ്റെ വാല്യൂ 10⁻1 സെൻറ്റിമീറ്റർ ആണ്. 10⁻2 എന്ന് എഴുതാം. സോ നമ്മുടെ ആൻസർ കിട്ടി 2 × 10⁻5 ടെസ്ല എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആ റിസൾട്ട് നമുക്ക് അറിയണം. ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അവിടുന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I/2πr ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഗിവൺ ലെങ്ത് ഓഫ് വയർ ഫോർ സിംഗിൾ ടേൺ കോയിൽ അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഈസ് B. കോയിലാണ്. അപ്പോൾ നമുക്ക് ബിക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ് കുഞ്ഞുങ്ങളെ? μ0I/2r എന്ന് നമുക്ക് അങ്ങ് എഴുതാം. ദെൻ ഇറ്റ്സ് വാല്യൂ ഫോർ 2 ടേൺസ് കോയിൽ ഫോർ ദ സെയിം വയർ. അപ്പോൾ 2 ആദ്യം മിസ് പറഞ്ഞു n ടേൺസ് ആണെങ്കിൽ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 ടേൺസ് ആണ്. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2b കിട്ടും എന്ന് ചാടി ആൻസർ എഴുതരുത്. കാരണം സെയിം വയർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. L ലെന്തുള്ള വയർ വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിൾ ഉണ്ടാക്കി. അതിൻ്റെ റേഡിയസ് r ആണെന്നിരിക്കട്ടെ. അപ്പോൾ L എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർക്കംഫറൻസ് 2πr ഈക്വൽ ആണല്ലോ. സെയിം ലെന്ത് L വെച്ച് തന്നെ നമ്മൾ 2 സർക്കിൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇത്രയും റേഡിയസ് കാണുമോ? ഇല്ല, കുറച്ച് കുഞ്ഞായിരിക്കും. അപ്പം നമുക്ക് കുഞ്ഞതാന്ന് കരുതാം. അതിൻ്റെ റേഡിയസ് r' എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അവിടെ L എന്ന് പറയുന്നത് 2πr' ഇൻറ്റു നമുക്ക് എന്നാന്ന് പറയാടാ കുട്ടികളെ? 2. അതായത് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് 2πr'. അങ്ങനത്തെ 2 പേരുണ്ട്.
അപ്പം നമുക്ക് ഈ എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2πr എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് 4πr' എന്ന് കൊടുക്കാം. കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ r' = r/2 എന്ന് നമുക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് B' എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് 2 ഉണ്ട്, എന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. μ0I / 2 ഇൻറ്റു ഇപ്പോഴത്തെ സർക്കിളിൻ്റെ റേഡിയസ് r' ആണ്. ആ r' എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാന്ന് എഴുതാം, r / 2 എന്ന് നമുക്ക് എഴുതാം. μ0I / 2r r/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 2വിനെയും കൂടി നമുക്ക് അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോയാൽ μ0I ഇത്രയും ഒരു പാർട്ട് μ0I / 2rൻ്റെ സ്ഥാനത്ത് നമുക്ക് ബി എന്ന് എഴുതാം. സോ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് B' = എന്നാ കിട്ടുന്നത്, 4b ആണ്. അപ്പം നമ്പർ ഓഫ് ടേൺസ് മാത്രമല്ല അവിടെ മാറുന്നത്, അതിൻ്റെ കൂടത്തിൽ അവിടെ റേഡിയസും കൂടി മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0I / 2r ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ലോങ് സ്ട്രെയിറ്റ് വയർ ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ carries a current of 50 ampere in north to south direction. Give the magnitude and direction of magnetic field at a point 2.5 meter east of the wire. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഇൻഫിനിറ്റീവ്ലി ലോങ് ആണ് എങ്കിൽ അവിടുന്ന് 6 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, μ0I / 2πr ആണ്. μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻7 ആണ്. ഐയുടെ വാല്യൂ 50 ആണ്. ഡിവൈഡഡ് ബൈ 2π × ആറിൻ്റെ വാല്യൂ നമുക്ക് 2.5 ആണ്. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി 5/2 എന്ന് ഞാൻ അതിനെ എഴുതുന്നു. ഈ 5ഉം 50ഉം വെട്ടിയാൽ 10 കിട്ടും. 2 നമുക്ക് കട്ട് ചെയ്യാം, പൈ കട്ട് ചെയ്യാം. സോ നമുക്ക് 4 × 10⁻⁻6 ടെസ്ല എന്ന് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താണ് അവിടെ വേണ്ടത്, ഡയറക്ഷൻ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കറണ്ട് ക്യാരിങ് വയർ കിടക്കുന്നത് നോർത്ത് ടു സൗത്ത് ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. ഞാൻ സൗത്ത്, എനിക്കെതിരെ ഉള്ളത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ എങ്കിൽ നോർത്തിൽ നിന്ന് എങ്ങോട്ടാണ്, സൗത്തിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഈസ്റ്റിൽ 2.5 മീറ്റർ മാറി ഈസ്റ്റിൽ അത് ഇവിടെയായിട്ടാണ് നമ്മുടെ പോയിന്റ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിങ്ങനെ ചെയ്യാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വയ്ക്കാം. കേള് ചെയ്ത് വരിക, ആ പോയിന്റിലേക്ക് കേള് ചെയ്ത് വരുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിക്കേ, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ തമ്പ് വയ്ക്കുന്നു. കേള് ചെയ്ത് ആ പോയിന്റിൽ എത്തുമ്പോൾ എൻ്റെ ഈ 4 ടിപ്പ് ഇരിക്കുന്നത് മുകളിലേക്കാണ്. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുന്നു, കേള് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ 4 ടിപ്പ് നോക്കുക, ആ ഫിംഗേഴ്സിൻ്റെ ടിപ്പായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ടിപ്പ് ഇരുന്നത് മുകളിലേക്കാണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇതായിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ നമ്മുടെ ആൻസർ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, μ0I / 2πr ആണ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ ലീനിയർ കറണ്ടും സർക്കുലാർ കറണ്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒന്നെങ്കിൽ വെക്ടറിൻ്റെ ഫോമിൽ നമുക്ക് ഡയറക്ഷൻ ക്രോസ് പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് 2 റൂളാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ ലീനിയർ കറണ്ടും 2 റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ സർക്കുലാർ കറണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും തിരിഞ്ഞാണ് വരുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലീനിയർ കറണ്ട് ആണ് എങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ തമ്പ് വയ്ക്കുന്നു. ഈ 4 ഫിംഗേഴ്സ് ഈ 4 ഫിംഗേഴ്സ് നമ്മൾ കേള് ചെയ്യുക ചെയ്യുന്നത്. ആ കേള് ചെയ്യുമ്പോൾ ഈ ടിപ്പായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് തരിക. ഇപ്പം ഇതാണ് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറെങ്കിൽ ഇവിടെ നിന്നുള്ള 6 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഈ താഴേക്കാണ്.
തിരിച്ചിവിടെ വരുമ്പോൾ അത് എങ്ങോട്ടാണ്? മുകളിലേക്ക്. സർക്കുലർ ആണെന്നൊക്കെ ഉള്ളത് ഓർത്ത് വയ്ക്കുക. നേരെ തിരിച്ച് ഒരു സർക്കുലർ കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എടുത്തതിൻ്റെ നേരെ തിരിച്ചാണ് എടുക്കേണ്ടത്. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഈ 4 ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ തമ്പാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. ഒന്നുകൂടെ പറയാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ ലീനിയർ കറണ്ടും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ സർക്കുലർ കറണ്ടും. ഇവിടെ നമുക്കിപ്പോൾ ലീനിയർ കറണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുന്നു, കേൾ ചെയ്യുന്നു. ഈ 4 ടിപ്പായിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. ഇനി നിങ്ങളോട് സർക്കുലർ കറണ്ട് എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഈ 4 ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ തമ്പാണ് മാഗ്നറ്റിക് ഫീൽഡ് തരുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, derive an expression for the maximum force experienced by a straight conductor of length L carrying current I and kept in a uniform magnetic field. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം. I ഇൻറ്റു എൽ ക്രോസ് ബി ആണെന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ILB സൈൻ തീറ്റ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാക്സിമം വാല്യൂ വരിക ILB, കാരണം സൈനിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ +1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ILB സൈൻ തീറ്റയൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ ചാർജ് പാർട്ടിക്കിൾ അതിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്ത ഫോഴ്സിൻ്റെ ഇക്വേഷൻ Q ഇൻറ്റു V ക്രോസ് B. അപ്പം നമുക്ക് ആ ചാർജ് പാർട്ടിക്കിളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD എന്ന് നമുക്ക് എടുക്കാം. Q ഇൻറ്റു V ക്രോസ് B ആണെന്ന് നമുക്കറിയാം. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി സ്മോൾ n എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ട്. നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്, അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. കണ്ടക്ടറിൻ്റെ ഏരിയ എയും ലെന്ത് എല്ലും ആണെങ്കിൽ വോളിയത്തിനെ N ഇൻറ്റു L എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ തന്നെ 2 തവണ സ്മോൾ n പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സ്മോൾ n, അത് കറണ്ട് ഡെൻസിറ്റിയാണ്, നമ്പർ ഡെൻസിറ്റിയാണ്. രണ്ടാമത് നമ്മൾ സോളിനോയിഡിൻ്റെ കേസിൽ സ്മോൾ n പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എഴുതുകയും ചെയ്തു. സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ എന്താണ്. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. ഇവിടെ സ്മോൾ n എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്, നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിളിലേക്കുള്ള ഫോഴ്സ് ആണിത് എങ്കിൽ ടോട്ടൽ ഇവിടെ NaL നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ഉണ്ട്. Q ഇൻറ്റു V ക്രോസ് B ആണ് അല്ലേ. അപ്പം നമുക്കതിനെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ N, ഈ എല്ലിനെ അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോവാം. NaQVD ഇൻറ്റു L ക്രോസ് B എന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, NeAVD നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചാർജ് Q എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് I എന്ന് നമുക്ക് എഴുതാം. NeAVD I ആണെന്ന് നമുക്കറിയാം. ഇൻറ്റു L ക്രോസ് B ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി I ഇൻറ്റു L ക്രോസ് B ആണ്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ FB = ILB സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റയുടെ മാക്സിമം വാല്യൂ, സൈനിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ സൈനിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1 ആണ്. സോ അവിടെ ഫോഴ്സിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ILB ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, a wire of length L carrying current I is placed perpendicular to the magnetic induction B. The total force on the wire is. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ILB സൈൻ തീറ്റയാണ്. ഇവിടെ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് തീറ്റ = അവിടെ എന്താണ് 90 ഡിഗ്രിയാണ്. സൈൻ 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ ILB എന്ന് നമുക്ക് കിട്ടും.
അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ് അവിടെയുള്ളത്, മാക്സിമം ഫോഴ്സ് ആണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ILB എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് രണ്ട് ഇക്വേഷനാണ്, Q × V × B, അതുപോലെ തന്നെ I × L × B. അപ്പോൾ നമുക്ക് റിസൾട്ടിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ വെക്ടറിൻ്റെ റിസൾട്ട് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ ലീനിയർ കറണ്ടും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ സർക്കുലർ കറണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ബയോട്ട് സാവർട്ട്സ് ലോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓർത്തിരിക്കുക, വെക്ടർ ഫോം ഓർത്തിരിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, μ0I r²/2 × r² + x² × 3/2. x 0 ആവുകയാണെങ്കിൽ സെൻറ്ററിലുള്ള ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടും, B = μ0I/2r. ആംപിയർ സർക്യൂട്ടൽ ലോ ഓർത്തിരിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് I × L × B, അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ ടോർക്കിൻ്റെ ഇക്വേഷനും മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററും അതിൻ്റെ കൺവേർഷനും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ, സീ യു.